നല്ല വണ്ടി ഇത് കൊടുക്കരുതാ, വാങ്ങണമെന്റെ പണി തീരും. മതി മതി ഡയലോഗ്. എൽദോ എത്തോ ഉന്തുവോ ഇനി ഉന്താൻ വയ്യ. എന്ത് ചെയ്യും? ആട്ടോ പിടിക്കടാ. ഈ 3 അച്ഛനോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കണല്ലടാ. കോത്താഴത്താ വാറ് എങ്ങനെ എന്ത് പോകരുതിനാ കാണിക്കുന്നത്? എന്റെ കൂടെ വരുമ്പോ ഡീസന്റ് ആയിരിക്കണം. അക്ഷരങ്ങൾ വഴിയുടെ നമ്മള് വെച്ചേക്കാം, ഡീസന്റിന് കുറവൊന്നുമില്ല. കാണേത്തള്ളു. എടാ വെറ്റ തള്ള വയസ്സായെന്ന് വെച്ചാരെങ്കിലും കാനായി തള്ളൂടാ. ഇതെന്റെ പരമ്പരാഗത സ്വത്താണടാ തെണ്ടി. എനിക്ക് ഇവിടെ ലേശം പണിയുണ്ട്. ഞാനിവിടെ ചേട്ടനിക്കൊരു പണിയാകും. നീ ഇവിടെ നീ എനിക്കും ഒരു പണിയാകും. പോടാ. അപ്പൊ കൃഷ്ണനായി തല്ലിപ്പൊളി. ഐഡിയ. അജി അജി ടീച്ചറേ, ആരില്ലേ? സെറ്റപ്പേട്ടനോ? ടീച്ചർ അനിതയ്ക്ക് അമ്മാന്റെ വീട്ടിൽ പോയിരിക്കുക. അനിതയ്ക്ക് സ്വർണം വാങ്ങാനുള്ള സമയമായല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 100 പവൻ മതിന്ന്. നിനക്കിതാ ക്വിന്റല് കണക്കിന് സ്വർണം കൈകാര്യം ചെയ്യുന്നവരുടെ സിൽക്ക് ചുരിദാർ. അയ്യോ സെറ്റപ്പേട്ടാ, സാറേ സാറേ സെറ്റപ്പേ സിൽക്കിന്റെ ചുരിദാർ ഇട്ടല്ലോ. പറയൂ പറയൂ സെറ്റപ്പേ, എന്നാണ് എന്റെ കല്യാണം? ലാലാ 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 ലാലാ. എങ്ങനെയുണ്ട്? ഈശ്വര, അതഴിച്ചു മാറ്റ്. അഴിച്ചു മാറ്റാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ പോയി കണ്ണാടി നോക്കട്ടെ കേട്ടാ. നല്ല സിൽക്കിന്റെ ചുരിദാറ്. എന്റെ പാറമേക്കാ ഭഗവതി, ഇപ്പൊ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റ്. പിന്നെ എടി പറയുന്ന അനുസരിക്ക്, അത് അഴിച്ചു മാറ്റ്. ഞാൻ ടീച്ചറോട് പറയും. ഈശ്വര, ടീച്ചർ എങ്ങാനും വന്ന ഇനി ഇവിടെ ശരിയാവില്ല. സ്ഥലം വിടാം. നിർത്തടോ. സെറ്റപ്പേട്ടൻ പോയില്ലായിരിക്കോ? ആരാ? ഞാനാ. അന്ന് വന്നിട്ട് നമ്മള് തമ്മിൽ സംസാരിച്ചില്ലല്ലോ. എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? അന്ന് എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. വേഗം കല്യാണം നടത്തിയാലേ ശരിയാവും. എന്റെ അച്ഛനൊരു ആക്രാന്തിയാ കാശിനെ. പക്ഷെ കിട്ടുന്ന ഞാനല്ലേ. എനിക്കാണെങ്കി കാശിന് ആക്രാന്ത ഇല്ല. പേരെന്താ? സുരേഷ്. പിന്നെ സ്നേഹമുള്ളവരെന്നെ സുരേഷ് എന്ന് വിളിക്കും. പക്ഷെ ഞാൻ സുരേഷ് എന്നെ വിളിക്കൂ. ഇതിന്റെ പേരെന്താ? ഷീല. ഷീല. ഷക്കീലായിട്ട് നല്ല സാമ്യമുണ്ട്. ഞാൻ ഷക്കീലാന്നേ വിളിക്കൂ. ഞാൻ വാതില് തുറക്കാം. താങ്ക് യു. അതില് കയറി വാന്നേ. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ ഫാനിടാവേ. ഈശ്വര, എന്താ ഇത്? എന്തൊരു പാഷൻ! ഇപ്പൊ എഴുതി വെച്ചു തുടങ്ങിയ ഷക്കീല പോലും ഇങ്ങനെ എഴുതി വെക്കൂല. ഇതെങ്ങനെയുണ്ട്? ഈശ്വര, ഇതെവിടെയാ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്? സംശയിക്കണ്ട, നല്ല ഒന്നാന്തരം ഒരു പാട്ടുകാരുടെ മുന്നിലാ. പാടല്ലേ? പാടാന്നേ ഒരു പാട്ട്. എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോണില്ലേ ഉള്ളൂ. സെറ്റപ്പ് രാമകൃഷ്ണൻ, ഞാനൊന്ന് കാണട്ടെ. വെറും 2 ആഴ്ചത്തെ ലീവിന് വന്നാ ഞാൻ നിന്നെ കെട്ടിയ ലോങ് ലീവ് ഉറപ്പാ. അപ്പൊ ഇനി വരുന്ന ഉറപ്പാ. നിർത്ത്.
സെറ്റപ്പേട്ട ആ ഇതെന്താണെന്ന് അറിയാമോ? എന്താ ശിവാസ്ത്രീകൾ ശിവാസ്ത്രീകളോ? ആ. അതെന്താ? ലിക്കർ. ഞാൻ നിക്കറിടാറില്ലല്ലോ. അയ്യ നിക്കറല്ല, മദ്യം മദ്യം. ഓ. ആ, കള്ളൻ. സെറ്റപ്പേട്ട അറിയോ, ഇത് അകത്താക്കാനുള്ളതാ. ആ. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല. 5 പെങ്ങാമാർക്ക് 5 സോപ്പ്, ഹായ്. 6 കൂട്ടുകാർക്ക് 6 ബ്ലേഡ്. ഉം. സെറ്റപ്പേട്ട അങ്ങോട്ട് പിടിച്ചേ. ഉം, ഉം. ആ, ഇതെന്തിനുള്ളതെന്ന് അറിയോ? കുടിക്കാൻ കുടിച്ചിട്ട് വീലാവും, വീലായിട്ട് കിടന്നുറങ്ങും, ഉറങ്ങിട്ട് എഴുന്നേറ്റ അന്വേഷിക്കും. അതുപോലെ ഇപ്പൊ തന്നെ വേണം. എനിക്ക് 2 ആഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ? നീ അല്ലേടാ പറഞ്ഞ് ഇന്നലെ ഒരെണ്ണത്തിന് സെറ്റപ്പ് ആക്കിയത്. ഇനി എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ, അത് ഉറപ്പിച്ചത് എനിക്കല്ല, അച്ഛൻ കണ്ട അച്ഛൻ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലീവ് തീരാതായി 2 ആഴ്ച ഉണ്ടായിരുന്നു. എന്തിനാടാ 2 ആഴ്ച? 2 ദിവസം പോരെ എനിക്ക്. അറിയാവുന്നതല്ലേ, പഴയതാണെങ്കിൽ നിനക്ക് അറിവുള്ളതല്ലേ? എടി മൊബൈൽ എന്താണെന്ന് നിന്നോട് ഇനി പറയണോ? നീ എങ്ങനെ ഒരു LIC ഏജന്റ്? ഭർത്താവിനോട് മാന്യമായിട്ട് പെരുമാറണം. എറിയരുത് എറിയരുത്. അയ്യോ എന്താ ചേച്ചി ഇന്നത്തെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഓഫീസിലെ ശാന്തമ്മ ഇവിടെ വന്നിരുന്നേ. ആ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചിരിക്കണേ. ഓ, കുട്ടികളോട് ഞാനിതിങ്ങനെ പറയും. ഔട്ട് ഗോയിങ് ഫ്രീ ആണോന്ന്. അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കരുത്, അത് സെറ്റപ്പേട്ടന്റെ സ്ഥിരം സ്വഭാവ. ഇന്നലെ വേറൊരു ചേച്ചി ചോദിക്കുന്നത് ഞാൻ കേട്ടതാ. കണ്ടോ കണ്ടോ, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലെ നിങ്ങൾ ഇനി പെണ്ണുങ്ങളുടെ ഔട്ട് ഗോയിങ് ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ ഇൻകമിങ് ഫ്രീ ആക്കും. അയ്യോ, ചേച്ചി ഇൻകമിങ് ഫ്രീ ആക്കണ്ട, അത് എന്നേ ഫ്രീ ആണ്. കേരളത്തിൽ ഇൻകമിങ് മുഴുവൻ ഫ്രീ അല്ലേ? മോഹൻലാൽ പറഞ്ഞ കേട്ടിട്ടില്ലേ? ഇനി ലാവിഷ് ഡയലോഗ് വിട്ടോളൂ. നിങ്ങൾക്കൊന്നും അറിയില്ല. ഇയാൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലെ പെണ്ണുങ്ങളായിട്ട് ബന്ധം. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് നീയുമായിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ. പാറമേക്കാവ് ഭഗവതിയാണ് സത്യം. നീ അതിങ്ങി തന്നെ ചുമ്മാ. അയ്യോ, കരുതല്ല, ഒരു മഴ ഉണ്ടാവൂല. ആ, എറിയല്ലേ മക്കളെ, കല്ലെറിയല്ലേ, കൈവിട്ട സൂത്രോ. അങ്ങളൊരു പാവല്ലേ, മക്കൾ നല്ല മക്കളല്ലേ, മക്കളെ സ്കൂളിലെ പഠിക്കണേ. ബൈബിളിന്റെ കാച്ചാം. ഇതിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. ഈ അങ്കിള് മണ്ടനാട്ടോ. അയ്യടാ, കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ. ഒരു ചെസ് ബോർഡ് പോലെയുണ്ട്, ഒരു ക്വീനും ചുറ്റും കുറെ പോൺസും. ഇപ്പൊ കിങ്ങുമായി. സംഗീതേച്ചി എറിയട്ടെ. അയ്യോ മോനെ, ചതിക്കല്ലേ. ഇതാ എന്റെ ആൾക്കാരൊന്നല്ല ചേച്ചി. ആ കാട്ടാളിന്റെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേടിക്കൊന്നുമില്ല. ശരിയാ, ഇതേതോ പേടിച്ചു ഒരാളാ. ഞങ്ങൾ ക്ലാസ്സിൽ പോകാൻ നേരായി. ഓ, ഇനി എല്ലാരും കല്ലവിടെ തന്നെ ഇട്ടേക്ക്. വാ വാ, തന്നെ ഉണ്ടല്ലോ. അത് പിന്നെ ഈ അതാണ് ആദിത്യവർമ്മ. ആള് നല്ല ഫോമിലാണല്ലോ. ഒന്ന് കയ്യിലെടുക്കേണ്ടി വരും. കയ്യിലെടുക്കണം. അത് ഞാനേറ്റു. നീ വാ. എന്നാ വാ. And all our yesterdays have lighted fools. എക്സ്ക്യൂസ് മീ സർ, Yes, what can I do for you? ഒരു കാര്യം പറയാനുണ്ട്. No, 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 no. ഞാനിപ്പോ വേറെ മൂഡിലാണ്, സംസാരിക്കാൻ സമയമില്ല. നീങ്ങ പറ, ഞാൻ കാണിച്ചു തരാം. മാപ്പു നൽകൂ മകനിതേ, മാപ്പു നൽകൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കഴിക്കാം. No thanks. കഥകളി സ്റ്റുഡൻസ് ആണല്ലേ? അല്ല, കഥകൾ അറിയാൻ വന്ന സ്റ്റുഡന്റ്. ഇത് കഴിക്കേ. സർ, ഒരു 10 മിനിറ്റ് ഫ്രീ ആവോ? നോ 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 നോ, സംസാരിക്കാൻ സമയമില്ല. വീട്ടിൽ വന്നാൽ മതി. ഓക്കെ സർ, നാളെ രാവിലെ അവിടെ വന്ന് കണ്ടോളാം. വട പോവാം. ഓക്കെ സർ. ഔട്ട് ഔട്ട്. വാ, 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 വാ. ഡ്രീം ക്യാൻഡിൽ. സെറ്റപ്പേട്ട, സെറ്റപ്പേട്ട, ഈശ്വര നല്ല ഉറക്കമാണല്ലോ. എനിക്കാണെങ്കിൽ 2 ആഴ്ചത്തെ ലീവ് ഉള്ളൂ. സെറ്റപ്പേട്ടൻ ഉറക്കമാണോ? ഞാൻ നല്ല ഉറക്കത്തില്ല. എങ്കിൽ വെയിറ്റ് ചെയ്യാം. അയ്യോ, ആ, ഉണർത്തു. ദേ, എന്റെ 2 ആഴ്ചത്തെ ലീവില് ദിവസം 5 കഴിഞ്ഞു. ഇനി 9 ദിവസത്തിനുള്ളിൽ എന്നെ കെട്ടിക്കണം, ഇല്ല എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം മാറിയാൽ നീ നന്നായി. ദേ ചേട്ടാ, ഒരു ഗൾഫുകാരനെ മറ്റൊരു ഗൾഫുകാരന്റെ വേദന അറിയൂ. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, 9 ദിവസത്തിനുള്ളിൽ നടക്കോ? നടന്നിരിക്കും. ഈ 9 ദിവസവും നീ നടന്നിരിക്കും. നിന്റെ അച്ഛന്റെ ജോലി അതായിരുന്നല്ലോ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? നീ ഒരു പ്രാവശ്യം കൂടി ടീച്ചറിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛനും അമ്മാവനും ഇല്ലാതെ പോയാ 2 ആഴ്ചയിലെ 2 ദിവസം കൊണ്ട് സംഗതി നടക്കുമെന്ന് ഈ സെറ്റപ്പിന്റെ മനസ്സ് പറയുന്നു. അല്ല, നടക്കും, നടക്കും. അമ്മാവനെ അച്ഛനെ തട്ടിയിട്ടാണെങ്കിൽ ശരി, ഞാൻ ചെന്നിരിക്കും. അകത്തേക്ക് പോണ്ട, പുറത്തേക്ക് പോ. 2 ആഴ്ചത്തെ ലീവ്. ഓ
ചേട്ടാ ഉറക്കാണോ? നല്ല ഉറക്കത്തില. നന്നായി.